സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമുക്കൊരു പാസ്റ്റ് ലൈഫ് റീഡിങ് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. പാസ്റ്റ് ലൈഫ് റീഡിങ് നമ്മുടെ പാസ്റ്റ് എപ്പോഴും നമ്മുടെ പ്രസൻ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കാർഡ് വന്നിങ്ങനെ പെർസിക്യൂഷൻ ആൻഡ് ഇൻക്വിസിഷൻ എന്നുള്ള കാർഡാണ്. അതായത് പീഡനങ്ങളും അന്വേഷണങ്ങളും. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി വളരെ സ്പിരിച്വലായിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരാളായിരുന്നു പാസ്റ്റ് ലൈഫിൽ. അതേ ഒരു ഹീലറായിരുന്നു. അദ്ദേഹത്തിന് ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരുന്നു. രോഗശാന്തി കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ മതവിഭാഗം അന്നത്തെ വിളവെടുപ്പിൻ്റെ നാശത്തിനും മരണങ്ങൾക്കൊക്കെ കാരണം ഇദ്ദേഹമാണെന്ന് കുറ്റപ്പെടുത്തി ഒരുപാട് ദ്രോഹങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് സ്പിരിച്വലി. അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തലും ദ്രോഹിക്കുകയും അങ്ങനെ അത് മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. അതുപ്രകാരം ഈ ജന്മവും ഈ വ്യക്തി സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ഒരാളാണ്, ഹീലറാണ്. ഈ ജന്മത്തിലും ഇയാൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ജന്മത്തിലെ അയാളുടെ ആത്മീയമായ അറിവ് പുറത്തേക്ക് പറയാൻ അയാൾ ഭയപ്പെടുന്നു. കാരണം കഴിഞ്ഞ ജന്മത്തിലെ ഈ ഒരു അറിവാണ് അയാളെ മരണത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ഈ ജന്മവും അയാളുടെ ആത്മീയമായ അറിവുകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ ഭയപ്പെടുന്നതായിട്ട് കാണുന്നു. വളരെ നല്ല ഉടമയായിട്ടുള്ള ഒരാളാണ്. വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഈ ജന്മത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഈ ജന്മത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മീയ പുരോഗതിയായിട്ട് ആരെയും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമല്ല. ഈ ജന്മത്തിൽ ഇദ്ദേഹം പഴയ ജന്മത്തിൽ കഠിനമായി നേടിയ അറിവ് ഈ ലോകത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്, ആ അറിവ് ഇവിടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ജന്മം ഇദ്ദേഹം ഇവിടെ അവതരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ പുരോഗതി ആർക്കും തടയാനായിട്ടാവില്ല. ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് അതിന് ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. അതാണ് പഴയ കാലം. ഇപ്പം ഇനി പ്രസൻറ്റ് നോക്കണം. പ്രസൻറ്റിലെ ഈ വ്യക്തി രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ബേബി എന്നാണ്. അതായത് ഈ വ്യക്തിക്ക് ഒരുപാട് ബാല്യകാല പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നർ ചൈൽഡ് ട്രോമാസ്. ഒരുപാട് കുട്ടിക്കാലത്ത് ഒരുപാട് വേദനകളും പീഡനങ്ങളും അനുഭവിച്ച വ്യക്തിയാണ്. അങ്ങനെയും വ്യാഖ്യാനിക്കാം. അതിലെ മാതൃത്വത്തിനെ കണക്ട് ചെയ്തിട്ടാണെങ്കിൽ കുട്ടികളെ അബോർട്ട് ചെയ്യപ്പെടേണ്ടി വരിക, അല്ലെങ്കിൽ അബോർഷനായി പോവുക, അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്ഷനും വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബാല്യകാല പീഡനങ്ങൾ ഒരുപാട് നേരിട്ട വ്യക്തിയാണെന്നുള്ളതാണ്. അതിൻ്റെ ട്രോമാസും ഉണ്ടാവും. പ്രസൻറ്റിൽ 2 കാർഡ് വന്നിട്ടുണ്ട്. ഗാലക്റ്റിക്കും വന്നിട്ടുണ്ട്. അതായത് ഈ ഭൂമിയിൽ ഒരുപക്ഷെ മറ്റ് ഗ്രഹങ്ങളിലല്ല, ഇവിടെ ആദ്യമായിട്ടായിരിക്കും ജന്മമെടുത്തിരിക്കണമെങ്കിൽ ചുറ്റുള്ളവരൊക്കെ ഇയാളെ അക്രമാസക്തരായിട്ട് ഇയാളെ ആക്രമിക്കപ്പെടും. ചുറ്റുപാടിൽ നിന്നും, സ്വന്തം വീട്ടിൽ നിന്നും, എവിടെ നിന്നാണെങ്കിലും ചുറ്റുപാടും ആൾക്കാരെ ഇയാളെ ദ്രോഹിക്കണതായിട്ട് ഇയാൾക്ക് അങ്ങനെ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി റേക്കി അങ്ങനെയുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹയർ എനർജിയായിട്ട് കണക്ട് ചെയ്യണ കുടുംബങ്ങളിൽ പോയിട്ട് കണക്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കും. കാരണം മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും പീഡനങ്ങളും ആണ് ഈ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരിക. അടുത്തതായിട്ട് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ പറയുമ്പോൾ ട്രീസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ട്രീസ് മരങ്ങൾ, നേച്ചർ. അതായത് കഴിഞ്ഞ ജന്മങ്ങളിലും നേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ട് ഇനി ഈ നേച്ചറായിട്ട് ബന്ധപ്പെട്ട് മരങ്ങളും വൃക്ഷങ്ങളും ചെടികളൊക്കെ ആയിട്ട്, ഗാർഡനിങ് ഒക്കെ ആയിട്ട്, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോകാനാണ് ഈ ട്രീസ് എന്നുള്ള കാർഡ് നമ്മളെ തരുന്ന നിർദ്ദേശം. അപ്പോൾ ഇതാണ് പാസ്റ്റ് ലൈഫ് റീഡിങ്ങിലൂടെ നമ്മുടെ പ്രസൻറ്റ് കാര്യങ്ങൾ നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഈ ടാരോയുടെ ഗൈഡൻസ് നമുക്ക് തരുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.